സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ ഞാൻ വാപ്പിയിൽ നിന്ന് ലോഡ് കയറ്റണം. ഞങ്ങൾക്ക് നേരെ കോയമ്പത്തൂർക്ക് ലോഡായി. അപ്പോൾ നമ്മുടെ പാഴ്സൽ ലോഡ് നമ്മൾ കയറ്റുന്നത് മേഘ എന്ന് പറയുന്ന ഗോഡൗണിൽ നിന്ന് നമ്മൾ ലോഡ് കയറ്റണം. അപ്പോൾ നമ്മൾ ഇവിടെ എന്തായാലും പായിടാനും കെട്ടാനും എന്തായാലും നമ്മൾ കെട്ടണമെങ്കിലും കാശ് കൂടെ കൊടുക്കണം. അത് പാഴ്സലിൻ്റെ ലോഡിനുള്ള ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അവിടുത്തെ ഹിന്ദിക്കാർ പായ കെട്ടണ വീഡിയോ നമുക്ക് കാണാം. അവർ കെട്ടണതിന് നല്ലൊരു പ്രത്യേക ഭംഗിയാണ്, നല്ല ഉറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ പാഴ്സൽ ലോഡുകൾക്ക് അത്യാവശ്യം ഹൈറ്റ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അവർ പായ ഫസ്റ്റ് പായ ഇട്ടു, അതിൻ്റെ മുകളിൽ കോട്ടൺ പായ ഇട്ടു, നമ്മൾ കെട്ടണ പോലെ തന്നെ. ഇപ്പം ഞങ്ങൾ രണ്ടാളുണ്ട് വണ്ടിയില്ല, നമുക്ക് കെട്ടാവുന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ കെട്ടിയാലും ആ പൈസ ഇവിടെ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് അവർ തന്നെ പായ കെട്ടുന്നു. ഒന്ന് രണ്ട് മൂന്ന് നാലാളുണ്ടാവും അല്ലേ? നാലാൾ പായ കെട്ടണതിൻ്റെ ഒരു പവറ് നമ്മൾ രണ്ടാൾ കൂടി കെട്ടി കഴിയുമ്പോൾ ഇത്തിരി കുറവ് വരും. ഹൈറ്റിലോട് കിടക്കുമ്പോൾ ഇത്തിരി ഇത് വരും. ഇത് നല്ല വൃത്തിയിൽ നല്ല രീതിയിൽ കെട്ടണം. അതാണ് പായ കെട്ടലിൻ്റെ ഒരു രീതി. ഇവിടെ ഒരുപാട് ഇൻഡസ്ട്രിയൽ ഏരിയകളുള്ള സ്ഥലമുണ്ടോ? ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട്. വാപ്പി ചെറിയൊരു കേന്ദ്രഭരണ പ്രദേശങ്ങളിലൊക്കെ പെട്ട സ്ഥലമാണെങ്കിലും ഈ ദമനാണ് കേന്ദ്രഭരണത്തിലുള്ളത്. വാപ്പി അതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ദമനിലാണെങ്കിലും വാപ്പിയിലാണെങ്കിലും ഒരുപാട് കമ്പനികളുണ്ട്. ഗുജറാത്ത് ബോംബെ എന്നൊക്കെ പറയണമെങ്കിൽ ഒരുപാട് കമ്പനികൾ ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ വണ്ടിത്തിരക്കും കമ്പനികളുടെ തിക്കും തിരക്കും ബഹളം മാലിന്യങ്ങളും ഉള്ള ഒരു ഏരിയ പോലെയാണ് ഇവിടെ ഫീലിംഗ്. അതിന് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. നമ്മുടെ നാട്ടിലൊന്നും ഒരു സംരംഭം വിജയിക്കാൻ പോകുന്നില്ല. നല്ല വെയിലുണ്ടോ? നല്ല വെയിലത്താണ് ഇപ്പോൾ നമ്മൾ പണിയെടുത്തിരിക്കുന്നത്. ഞാൻ നല്ല വെയിലത്ത് തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. നമുക്ക് പായ കെട്ടാനായിട്ട് ഒരു മടിയില്ല. നമുക്ക് അതിൻ്റേതായ രീതിയിൽ നമുക്ക് കെട്ടി ശീലമായി. ഇപ്പോൾ അവിടെ കെട്ടിയാലും കെട്ടിയില്ലെങ്കിൽ പൈസ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് മാത്രം കെട്ടിക്കുന്നുണ്ട്. പാഴ്സൽ ലോഡിന് അങ്ങനെ ഒരു ഇതുണ്ട്. ഓക്കെയാ? അപ്പോൾ പായ കെട്ടി കഴിയാറേ. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് കഴിയുമ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ബില്ല് കാര്യങ്ങളൊക്കെ മേടിച്ച് യാത്രയാവും. ഇവിടെ തൊട്ടപ്പുറത്ത് ഫ്രണ്ടിലൊക്കെ നീങ്ങി കഴിഞ്ഞാൽ കേരള ട്രാൻസ്പോർട്ട് ഓഫീസുകളുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട് ട്രാൻസ്പോർട്ട് ഓഫീസാണ് നമ്മൾ ലോഡ് എടുക്കാറ്. അപ്പോൾ ഇതാണ് മേഘ റോഡ് ട്രാൻസ്പോർട്ട്. ഇപ്പോൾ പാഴ്സൽ ലോഡുകളാണ് ഇവിടെ കൂടുതൽ കയറി പോകുന്നത് കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ടും വളരെയധികം വണ്ടികൾ കുറവാണ്. അപ്പോൾ ഓക്കെ, ഞങ്ങളപ്പോൾ ലോഡ് കയറ്റി കഴിയാറായപ്പം ബില്ല് മേടിക്കാൻ പോകണം. ബില്ല് കിട്ടാറായി കഴിഞ്ഞപ്പോൾ അവിടെ എഴുത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ പാഴ്സലിൻ്റെ ബില്ലുകളൊക്കെ ക്ലിയർ ചെയ്തിട്ട് വേണം ഇവിടുന്ന് ഞങ്ങൾക്ക് പോകാനായിട്ട്. അപ്പോൾ വീണ്ടും ഇന്ന് പകൽ പോകണമെങ്കിൽ നമുക്ക് പേത്തച്ചുരം എന്ന് പറഞ്ഞാൽ വലിയ കാടിലെ ചുരമുണ്ട്, പേത്തച്ചുരം. ആ ചുരത്തിൽ ഒരുപാട് വണ്ടികൾ മറയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വണ്ടി മറിഞ്ഞതിൻ്റെ വണ്ടി നമ്മുടെ ട്രാൻസ്പോർട്ട് ഓഫീസിൽ കൊണ്ടിട്ടുണ്ട്. നമുക്ക് പറ്റണമെങ്കിൽ അത് ഞാൻ ചുരത്തിൻ്റെ വീഡിയോ കാട്ടിത്തരാം. രാത്രി പോകുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കാറ്. പരമാവധി നമ്മളൊന്ന് പകൽ പോകണമെങ്കിൽ ആ വീഡിയോ നമുക്ക് എല്ലാവരിലും കാട്ടിത്തരുന്നതായിരിക്കും. ഒരുപാട് ആൾക്കാർക്ക് അത് കാണാൻ പറ്റാത്ത ഒരു ഇതുണ്ട്. ഈ വഴിയിൽ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ ലോറിയിൽ സഞ്ചരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ കൂടുതൽ ഇങ്ങനെയുള്ള ചുരങ്ങളും മറ്റുള്ള യാത്രകളിൽ നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കാണാത്ത ആൾക്കാർക്ക് വേണ്ടി നമ്മൾ എന്തായാലും ആ വീഡിയോ എടുക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ടാറ്റ ബൈ, സീ യു.